ഇലക്ട്രിക്കൽ പാനലും മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 14 കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രവർത്തനം തുടരുന്നു. ഇലക്ട്രിക്കൽ പാനലുകളുടെ നിയന്ത്രണ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാന സാധാരണ ഘടകങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു കൺട്രോൾ സംവിധാനത്തിൽ മറ്റ് നിരവധി ഘടകങ്ങൾ കൂടി ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പഠിച്ചത് നമ്മൾ പാനലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചാണ്. കൺട്രോൾ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ ഉപയോഗിക്കുന്ന ചില സാധാരണ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇവിടെ നൽകിയിരിക്കുന്നു. ആദ്യമായിട്ട് ലിമിറ്റഡ് സ്വിച്ചുകൾ. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളുടെ ചലനം ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ, അതായത് മോട്ടോറുകളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ ലിമിറ്റ് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. മോട്ടോറിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണം മുൻകൂട്ടി നിശ്ചയിച്ച സമയത്തോ അതോ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തോ എത്തുമ്പോൾ നിർത്തുകയോ അതോ അവിടെ നിന്ന് ആരംഭിക്കുകയോ ചെയ്യുന്നതിന് ഒരു കൺട്രോൾ ആവശ്യമാണ്. ഈ ആവശ്യത്തിന് മോട്ടോറിനെ നിയന്ത്രിക്കുന്നതിന് ഒരു ലിമിറ്റ് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വാതിൽ പൂർണ്ണമായി അടക്കുമ്പോൾ മുറിയിലെ ലൈറ്റ് ഓഫ് ആകുക, വാതിൽ തുറന്നാൽ ലൈറ്റ് ഓൺ ആവുക, അതല്ലെങ്കിൽ തുറന്നു എന്ന് അറിയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വാതിലിൽ ഒരു ലിമിറ്റ് സ്വിച്ച് വയ്ക്കുന്നു. ഇതുപോലെ ചെറുതും വലുതുമായ നിരവധി ആവശ്യങ്ങൾക്ക് ലിമിറ്റ് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. ഉപകരണങ്ങളിലേക്ക് പവർ നൽകാൻ പവർ നിർത്തുന്നതിനുമായി നോർമൽ, ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് എന്നീ രണ്ട് കണക്ഷനുകൾ എല്ലാ തരത്തിലുള്ള ലിമിറ്റ് സ്വിച്ചുകൾക്കും ലഭ്യമാണ്. വിവിധ തരത്തിലുള്ള സ്വിച്ചുകളുടെ വിശദാംശങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡോറിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിമിറ്റ് സ്വിച്ചാണ്. വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇത്തരം സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. ഒരു മൂവ് ചെയ്യുന്ന ഒരു മെഷീനെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലിമിറ്റ് സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഉപകരണം നിയന്ത്രിക്കാൻ ഉപയോഗിക്കും. ഈ കാണിച്ചിരിക്കുന്നത് ആ അതേപോലുള്ള ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലിമിറ്റ് സ്വിച്ചുകളാണ്. ഇതിന് ഒരു പ്രഷർ കൺട്രോൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് കാലുകൊണ്ട് നിയന്ത്രിക്കാവുന്ന ലിമിറ്റ് സ്വിച്ചുകളാണ്. ഇത് ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ പാദങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത് രണ്ട് കണക്ഷനുള്ള ഫുഡ് സ്വിച്ചാണ്. ആദ്യം കാണിച്ചത് ഒരു കണക്ഷൻ മാത്രമുള്ള ഫുഡ് സ്വിച്ചാണ്. ഇതിപ്പോൾ റിവേഴ്സ് ആൻഡ് ഫോർവേഡ് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്ത് കൺട്രോൾ സിസ്റ്റങ്ങളുടെ വിശദാംശങ്ങളും അവയുടെ പ്രവർത്തന രീതിയും നമുക്ക് മനസ്സിലാക്കാം. ഈ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു
കൺട്രോൾ സംവിധാനത്തിന്റെ ഡിസൈൻ സംബന്ധിച്ച ഒരു പൊതു അറിവ് നേടേണ്ടത് വളരെ പ്രധാനമാണ്. അത് ഞാനിവിടെ വിവരിക്കും. ആവശ്യാനുസരണം ഒരു കൺട്രോൾ സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു വിശദീകരിക്കാം. ഓരോ നിയന്ത്രണ സർക്യൂട്ടിനും അതിൻ്റെതായ യുക്തിയുണ്ട്, അതായത് ലോജിക് ഉണ്ട്. അതാണ് ഒരു കൺട്രോൾ സിസ്റ്റം തയ്യാറാക്കുന്നതിനുള്ള റോഡ് മാപ്പ്. ആദ്യമായി നമുക്ക് ലഘുവായ ഒരു ലോജിക്ക് ഉപയോഗിച്ച് ഒരു കൺട്രോൾ സർക്യൂട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണ മോട്ടോർ സ്റ്റാർട്ടറിന്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് നോക്കാം. ലളിതമായ ഒരു കൺട്രോൾ സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രവർത്തിക്കാനും നിർത്താനും മോട്ടോറിന് ഒരു നിയന്ത്രണ സംവിധാനം, അതായത് കൺട്രോൾ സംവിധാനം ആവശ്യമാണ്. അതിന്റെ ഒരു ലഘു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പവർ സപ്ലൈ, ഓൺ ഓഫ് പുഷ് ബട്ടൺ, കോണ്ടാക്ടർ ഉപയോഗിച്ചുള്ള കൺട്രോൾ സ്റ്റേഷൻ എന്നിവ ഈ ചിത്രത്തിൽ കാണാം. ഇതിന്റെ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഓൺ പുഷ് ബട്ടൺ, കോണ്ടാക്ടർ കൂടാതെ ഓൺ പുഷ് ബട്ടനെ സമാന്തരമായി ഒരു അധിക സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് NO സ്വിച്ച് അധികമായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഓഫ് പുഷ് ബട്ടൺ NC ആയിരിക്കും, അത് നോർമലി ക്ലോസ്. ഓൺ പുഷ് ബട്ടൺ സ്വിച്ചിൽ NO ഉപയോഗിക്കുന്നു, അതായത് നോർമലി ഓപ്പൺ ഉപയോഗിക്കുന്നു. കോണ്ടാക്ടറിൽ നിന്നുള്ള ഒരു അധിക നോർമലി ഓപ്പൺ ആണ് ഓൺ പുഷ് ബട്ടണിന് സമാന്തരമായി നൽകിയിരിക്കുന്നത്. അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. കോണ്ടാക്ടറിലൂടെ മോട്ടോറിന് തുടർച്ചയായ വൈദ്യുതി നൽകാൻ ഈ അധിക കോണ്ടാക്ടർ ആവശ്യമാണ്. കാരണം ഈ ഓക്സിലറി ഉപയോഗിച്ചില്ലെങ്കിൽ കോണ്ടാക്ടർ തുടർച്ചയായി പിടിച്ചിരിക്കില്ല. ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് ഈ സർക്യൂട്ടിൽ കാണാം. കാണിച്ചിരിക്കുന്ന സിംഗിൾ ലൈനിൽ കൺട്രോൾ വോൾട്ടേജ് ഒരു പുഷ് ബട്ടണിലൂടെ, അതായത് 21 മുതൽ 22 വരെ നേരിട്ട് കടന്നു പോകുന്നു. കാരണം അത് നോർമലി ക്ലോസ് കോൺടാക്റ്റ് ആണ്. സ്റ്റാർട്ട് പുഷ് സ്വിച്ച് അമർത്തുമ്പോൾ പവർ സപ്ലൈ, അതായത് 14 മുതൽ 13 വരെ കാണിച്ചിരിക്കുന്നു,
കോണ്ടാക്ടർ KMന്റെ A1 എത്തുകയും അത് ക്ലോസ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ കോണ്ടാക്ടർ പ്രവർത്തനം ആവുന്നു. കോണ്ടാക്ടറിന്റെ A2 വൈദ്യുതി വിതരണത്തിന് ന്യൂട്രലുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അമർത്തിയ സ്റ്റാർട്ട് സ്വിച്ച് റിലീസ് ചെയ്താൽ സ്വിച്ച് NOയിലേക്ക് മടങ്ങുന്നതിനാൽ കോണ്ടാക്ടർ ഓപ്പൺ ആവും. അതിനർത്ഥം ഓൺ സ്വിച്ച് അമർത്തി പിടിച്ച നിലയിലാണെങ്കിൽ മാത്രമേ മോട്ടോർ പ്രവർത്തിപ്പിക്കാനാവൂ എന്നതാണ്. സ്ഥിരമായിട്ട് നമുക്കൊരു മോട്ടോർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അമർത്തി പിടിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് അത് പരിഹരിക്കാനാണ് അതിന് പാരലായി സ്റ്റാർട്ട് പുഷ് സ്വിച്ചിന്റെ പാരലായി ഒരു NO കൂടി, അതായത് കോണ്ടാക്ടറിൽ നിന്നുള്ള ഒരു ഓക്സിലറിയായ NO കൂടി കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്ന് സ്റ്റാർട്ട് പുഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കോണ്ടാക്ടർ ക്ലോസ് ആവുകയും അതിനോടനുബന്ധിച്ചുള്ള ആ ഓക്സിലറിയും ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെ ക്ലോസ് ആവുന്നത് കൊണ്ട് സ്റ്റാർട്ട് പുഷ് ബട്ടൺ നിന്ന് നമ്മൾ വിരലെടുത്താൽ, അതായത് റിലീസ് ചെയ്താൽ, ഈ കോണ്ടാക്ടറിലെ ക്ലോസ് കോണ്ടാക്ട് വഴി സ്ഥിരമായിട്ട് കോണ്ടാക്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് പുഷ് ബട്ടൺ NC ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ആ സ്റ്റോപ്പ് പുഷ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി അവിടെ വെച്ച് നിർത്തലാവുകയും അതോടെ കോണ്ടാക്ടർ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. കോണ്ടാക്ടർ സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ NO, അതായത് 14-13 കാണിച്ചിരിക്കുന്ന നോർമലി ഓപ്പൺ ആവുകയും കോണ്ടാക്ടർ പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. ഇത് സാധാരണ മോട്ടോറുകളിൽ ഉപയോഗിക്കുന്ന ഒരു DOL സ്റ്റാർട്ടറിന്റെ ആണ് ഇപ്പോൾ വിവരിച്ചത്. DOL എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ. എല്ലാ നിയന്ത്രണ സർക്യൂട്ടുകളും കുറഞ്ഞ വോൾട്ടേജിലല്ല പ്രവർത്തിക്കുന്നത്. മോട്ടോർ കൺട്രോൾ സർക്യൂട്ടിൽ സിംഗിൾ ഫേസ് 110 അല്ലെങ്കിൽ 20, 230, 240 എന്നീ വോൾട്ടുകളിലാണ് സിംഗിൾ ഫേസിൽ കൺട്രോളുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ വരുന്ന ഭാഗങ്ങളിലും അത് വിശദമാക്കും. അടുത്ത ഭാഗത്തിൽ ഫീൽഡിലെ ഉപകരണങ്ങളുടെ ഓട്ടോമാറ്റിക് പ്രവർത്തനത്തിനായി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഇന്റർലോക്കുകളെ കുറിച്ച് വിശദീകരിക്കും. ഇതോടെ പാർട്ട് 14 ഇവിടെ അവസാനിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.